സോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബെസ്റ്റ് AMD മദർ ബോർഡ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇന്റലിന്റെ ടേൺ ആണ്. ഇന്റൽ സൈഡ് നോക്കുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി 10th ജനറേഷൻ പ്രോസസ്സേഴ്സ് അല്ലെങ്കിൽ 4000 സീരീസ് മദർ ബോർഡ്സ് ആണ്. ആൻഡ് ഓൾസോ 9th ജനറേഷനും അത്ര ഔട്ട്ഡേറ്റഡ് അല്ല. കാരണം ബജറ്റ് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് 9th ജനറേഷൻ ആണ്. കാരണം ഇപ്പം 9th ജനറേഷൻ കുറച്ച് ചീപ്പ് പ്രൈസസിൽ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ 9th ആൻഡ് 10th ജനറേഷൻ മദർ ബോർഡ്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇന്റലിന്റെ നെക്സ്റ്റ് 11th ജനറേഷനും വരുന്നുണ്ട്. സോ മോസ്റ്റ്ലി മാർച്ചിലായിരിക്കും നമുക്ക് മാർക്കറ്റിൽ വരുന്നത്. സോ അതെന്തായാലും അതിന്റെ ഹോട്ട് ന്യൂസിന്റെ വേറെ ഒരു വീഡിയോ വരുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും തുടങ്ങാം. യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ മദർ ബോർഡ്സ് നോക്കുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് സീരീസിനെയാണ് പറയാനുള്ളത്. AMD മദർ ബോർഡ്സിന്റെ വീഡിയോയിൽ ഞാനിത് കുറച്ച് പറഞ്ഞതാണ്. പക്ഷേ എന്നാലും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് പോലും പലരും വന്ന് കമന്റ്സിൽ വീണ്ടും സെയിം തിങ് തന്നെയാണ് ചോദിക്കുന്നത്, ഏതാണ് നല്ലതെന്ന്. ബിഗിനേഴ്സിന് വേണ്ടി, അതായത് മദർ ബോർഡ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ കുറച്ച് സീരീസിന്റെ മെൻഷൻ ചെയ്യാം. സോ അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. സോ ഈ സീരീസ് നിങ്ങൾ ജസ്റ്റ് ബ്ലൈൻഡ്ലി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഗിഗബൈറ്റ് നോക്കുവാണെങ്കിൽ ബജറ്റ് റേഞ്ചിൽ DS3H മോഡൽസ് നല്ലതാണ്. സോ DS3H എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. DS3H തന്നെ പല ചിപ്സെറ്റ്സിലും ഓൾമോസ്റ്റ് AMDയിലും ഇന്റൽ സൈഡ് നോക്കുവാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ചിപ്സെറ്റ്സിലും DS3H അവൈലബിൾ ആണ്. 8000 റുപ്പീസ് ആ റേഞ്ചിൽ അല്ലെങ്കിൽ അണ്ടർ 8000 റുപ്പീസിൽ വരുന്നതൊക്കെയാണ് DS3H റേഞ്ച് ഗിഗബൈറ്റിൻ്റെത്. ഗിഗബൈറ്റിൻ്റെ തന്നെ പ്രോ സീരീസ് നല്ലതാണ്. ORS പ്രോ സീരീസ് അല്ലെങ്കിൽ ORS എലൈറ്റ് സീരീസ് നല്ലതാണ്. അതേപോലെ MSI സൈഡ് നോക്കുവാണെങ്കിൽ MSIയുടെ പ്രോ VDH സീരീസ് നല്ലതാണ് ബജറ്റ് റേഞ്ചിൽ. ആൻഡ് കുറച്ചുകൂടെ ഹയർ റേഞ്ച് നോക്കുവാണെങ്കിൽ ടോമഹോക്ക് നല്ലതാണ്. ആൻഡ് കാർബൺ AC മോഡൽസ് നല്ലതാണ്. ആസ്റോക്ക് സൈഡ് നോക്കുവാണെങ്കിൽ Pro 4 മോഡൽസ് ബജറ്റ് റേഞ്ചിൽ നല്ലതാണ്. ആൻഡ് സ്റ്റീൽ ലെജൻഡ് സീരീസും കുറച്ച് നല്ലതാണ്. ആൻഡ് ഫൈനലി അസ്യൂസിന്റെ ടഫ് സീരീസ് കുറച്ച് ബജറ്റ് റേഞ്ചിൽ നല്ലതാണ്. ആൻഡ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ട് നോക്കുവാണെങ്കിൽ ROG സ്ട്രിക്സിന്റെ ലൈനപ്പ് നല്ലതായിരിക്കും. സോ നിങ്ങൾ ജസ്റ്റ് ബിഗിനർ ആണ്, നിങ്ങൾക്ക് മദർ ബോർഡ്സിനെ കുറിച്ച് ഐഡിയ വലുതായിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ പേരുകൾ ഈ സീരീസിലുള്ളത് ജസ്റ്റ് നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് എല്ലാ ചിപ്സെറ്റ്സിലും ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിലും ഈ സീരീസ് ഉള്ള മദർ ബോർഡ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ സീരീസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് നല്ല മദർ ബോർഡ്സ് ആണ്. ഇതിൽ വലുതായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. PC റിലേറ്റഡ് കാര്യങ്ങളിൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു സീരീസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. മദർ ബോർഡ്സ് ചൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആൻഡ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇന്റൽ മദർ ബോർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ബേസിക് സ്റ്റാർട്ടിംഗ് എൻട്രി ലെവൽ അല്ലെങ്കിൽ ലോ ബജറ്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ലോ ബജറ്റ്സ് നോക്കുവാണെങ്കിൽ 10th ജനറേഷൻ നോക്കുവാണെങ്കിൽ നമുക്കുള്ളത് 410 ചിപ്സെറ്റ് ആണ്. സോ 410 ചിപ്സെറ്റിലെ ഏറ്റവും ഫസ്റ്റ് ഞാൻ പറയുന്നത് ഗിഗബൈറ്റിന്റെ H410M S2H മോഡലാണ്. ഇത് അപ്രോക്സിമേറ്റ്ലി 5500-6000 അണ്ടർ വരുന്ന ഒരു മദർ ബോർഡാണ്. സോ 410ലെ ബേസിക് ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം VRMs നല്ലതാണ്, ചോക്സ് നല്ലതാണ്. 2 DIMM സ്ലോട്ട്സ് അല്ലെങ്കിൽ RAM സ്ലോട്ട്സ് ആണ് വരുന്നത്. HDMI VGA പോർട്സ് അവൈലബിൾ ആണ്. സോ ഇൻ കേസ് നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തൊരു ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ബിൽഡ് നോക്കുന്നുണ്ടെങ്കിലും ഇതിൽ മോണിറ്റർ കണക്ട് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ പോർട്സ് അവൈലബിൾ ആണ്. M.2 NVMe സപ്പോർട്ട് ഉണ്ട്, GPU സ്ലോട്ടും ഉണ്ട്. സോ അതാണ് ഗിഗബൈറ്റിന്റെ H410 S2H. നെക്സ്റ്റ് അസ്യൂസിന്റെ പ്രൈം H410ME മോഡലാണ്. ഇതും 410 എൻട്രി ലെവൽ ബേസ്ഡ് ഒരു ചിപ്സെറ്റ് മദർ ബോർഡ് ആണ്. ഇതിലും 2 RAM സ്ലോട്ട്സ് ആണ് വരുന്നത്. HDMI ഉണ്ട്, DVI പോർട്ട് ഉണ്ട്, VGA പോർട്ടും ഉണ്ട്. സോ നിങ്ങൾ പഴയ മോണിറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ VGA പോർട്ട് അവൈലബിൾ ആണ്. ഇൻ കേസ് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്ത ബിൽഡ് ആണ് നോക്കുന്നതെങ്കിൽ. ഓൾസോ ഡ്യുവൽ RAM സ്ലോട്ട് മോഡലിൽ MSIയുടെ Pro VH മോഡലും അത്യാവശ്യം നല്ലതാണ്. 5400 റേഞ്ച് ആണ് പ്രൈസ് വരുന്നത്. സോ ഈ മൂന്നെണ്ണമാണ് മോസ്റ്റ്ലി H410 ചിപ്സെറ്റിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എല്ലാം തന്നെ ബഡ്ജറ്റ് എൻട്രി ലെവൽ മദർ ബോർഡ്സ് ആണ്. സോ വലിയ ഹൈഫൈ ഫീച്ചേഴ്സ് ഒന്നുമില്ല. നിങ്ങളൊരു ഇന്റൽ i3 ബേസ്ഡ് ബിൽഡ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മദർ ബോർഡ്സ് ആണ് ഇതൊക്കെ. കുറച്ചൊക്കെ എന്താ പറയുക, i5-10400F ഒക്കെ നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ അതിൽ മേലോട്ട് എന്തായാലും റെക്കമെൻഡ് ചെയ്തില്ല. ഇൻ കേസ് നിങ്ങൾ ഇന്റൽ i5-10400F അല്ലെങ്കിൽ i7 ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മദർ ബോർഡ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവൽ. അതായത് B460 അല്ലെങ്കിൽ Z490 ചിപ്സെറ്റിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. സോ നെക്സ്റ്റ് B460 മദർ ബോർഡ്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് DS3H മോഡലിലെ ഒരു മദർ ബോർഡാണ് ഗിഗബൈറ്റിന്റെ. സോ B460M D3H അല്ലെങ്കിൽ DS3H 2 മോഡൽസ് അവൈലബിൾ ആണ്. DS3Hന്റെ AC, അതായത് AC എന്ന് പറയുന്നത് വൈഫൈ മോഡൽസിന്റെ ഒരു കോഡാണ്. സോ വൈഫൈ നിങ്ങൾ നോക്കുന്നുണ്ട്, ഒരു ചീപ്പായിട്ടുള്ള വൈഫൈ ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ B460M DS3H AC നോക്കാവുന്നതാണ്. ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 460 എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ്. ഇതെല്ലാത്തിലും 4 DIMM സ്ലോട്ട്സ് ആണ് വരുന്നത്. 128GB വരെ മാക്സ് RAM സപ്പോർട്ട് ചെയ്യും. M.2 NVMe സപ്പോർട്ട് ഉണ്ട്. RGB ഹെഡേഴ്സും അവൈലബിൾ ആണ്. DS3H മോഡൽ നോക്കുവാണെങ്കിൽ 3 പിൻ ARGB ഹെഡർ അല്ല, 4 പിൻ ഹെഡർ ആണ്. 12 വോൾട്സിന്റെ 4 പിൻ നോർമൽ RGB ഹെഡർ ആണ്. നമുക്കതിൽ കളേഴ്സ് അധികമായിട്ട് കൺട്രോൾ ഒന്നും
ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും ലൈറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഗിഗബൈറ്റിന്റെ B460M DS3H അതിന്റെ വൈഫൈ മോഡലും അവൈലബിൾ ആണ്, നോൺ വൈഫൈ മോഡലും അവൈലബിൾ ആണ്. രണ്ടും തന്നെ അപ്രോക്സിമേറ്റ്ലി ഒരു 1000 റുപ്പീസിന്റെ ഡിഫറൻസ് എന്തോ വരുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടെ ഞാൻ വൈഫൈ മോഡലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വൈഫൈ മോഡൽ നോക്കുവാണെങ്കിൽ നോൺ വൈഫൈ മോഡലിൽ നിന്ന് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വൈഫൈ മോഡലിൽ ഒരു എക്സ്ട്രാ ഹീറ്റ് സിങ്ക് വരുന്നുണ്ട് VRM ഏരിയയിൽ. സോ കുറച്ചുകൂടെ ഹയർ പ്രോസസ്സേഴ്സ്, അതായത് നോൺ കെ വേരിയൻസ് ഉള്ളത് ഇൻ കേസ് 10700 നോൺ കെ അല്ലാത്ത പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് യൂസബിൾ ആയിരിക്കും. സോ സിമിലർ പ്രൈസ് റേഞ്ചിൽ വേറൊരു വൈഫൈ മദർ ബോർഡ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ MSIയുടെ Pro VDH വൈഫൈ നോക്കാവുന്നതാണ്. ഇതും അപ്രോക്സിമേറ്റ്ലി ഒരു 9000 റേഞ്ചിൽ വരുന്ന ഒരു ബെസ്റ്റ് വൈഫൈ ഓപ്ഷൻ ആണ്, MSIയുടെ B460M Pro VDH. നെക്സ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മദർ ബോർഡാണ് ASRockന്റെ B460M സ്റ്റീൽ ലെജൻഡ് സീരീസ് വരുന്ന ഒരു മദർ ബോർഡാണിത്. സോ ASRock B460M സ്റ്റീൽ ലെജൻഡിൽ നോക്കുവാണെങ്കിൽ കുറച്ച് വൈറ്റ് കളർ തീം ബേസ്ഡ് ആണ് ഇത് വരുന്നത്. സോ അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും RGB ഒക്കെ ഉള്ള ഒരു ചീപ്പസ്റ്റ് മദർ ബോർഡാണ്. സ്റ്റീൽ ലെജൻഡ് സീരീസ് എന്ന് പറയുന്നത് തന്നെ നല്ല സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആയിട്ടുള്ള മദർ ബോർഡ് സീരീസ് ആണ്. സോ ഇതിൽ നോക്കുവാണെങ്കിൽ 9 phase VRM ചോക്ക് ഡിസൈൻ ആണ് വരുന്നത്. സൈഡിൽ മാത്രമല്ല ടോപ്പ് ഏരിയയിൽ, അതായത് V core സെക്ഷനിലും ഹീറ്റ് സിങ്സ് വരുന്നുണ്ട്. ബജറ്റ് ബോർഡാണ്. 2 5 voltsന്റെ ARGB ഹെഡേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. സോ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ARGB ബോർഡ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ B460M സ്റ്റീൽ ലെജൻഡ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 4 RAM സ്ലോട്ട്സ് ആണ് വരുന്നത്. 128GB വരെ RAM സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഓൾസോ നോർമലി മൈക്രോ ATX മദർ ബോർഡ്സിൽ 4 SATA പോർട്സ് ആണ് വരുന്നത്, പക്ഷേ ഇതിൽ 6 എണ്ണം വരുന്നുണ്ട്. സോ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഈവൻ കണക്ഷൻസ് അല്ലെങ്കിൽ പോർട്സ് നോക്കുവാണെങ്കിൽ 6 USB അവൈലബിൾ ആണ്, ഒരു HDMI പോർട്ട് ഉണ്ട്, ഡിസ്പ്ലേ പോർട്ട് ഉണ്ട്, ടൈപ്പ് C പോർട്ടും ഇതിൽ അവൈലബിൾ ആണ്. ഒന്നല്ല 2 M.2 സ്ലോട്ട്സ് ആണ് ഈ മദർ ബോർഡിൽ വരുന്നത്. സോ പ്രൈസ് റേഞ്ച് അപ്രോക്സിമേറ്റ്ലി 9250 ആ റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ഏറ്റവും ബെസ്റ്റ് B460 മദർ ബോർഡാണ് ASRockന്റെ B460M സ്റ്റീൽ ലെജൻഡ്. പിന്നെ കുറച്ചുകൂടെ വേറെ നല്ല ബോർഡ്സ് നോക്കുവാണെങ്കിൽ 10,000 12,000 റേഞ്ചിൽ അവൈലബിൾ ആണ്. പക്ഷെ എന്തായാലും ഒരു B460ക്ക് ഒരു 12,000 13,000 അത്രയും സ്പെൻഡ് ചെയ്യുന്നത് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. B460 ഒക്കെ അണ്ടർ 10,000 റേഞ്ചിൽ നോക്കുന്നതായിരിക്കും നല്ലത്. 10,000 മേലെ നിങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ MSIയുടെ B460M മോർട്ടാർ വൈഫൈ നോക്കാവുന്നതാണ്. അതേപോലെ MSIയുടെ Pro VDH സീരീസും നോക്കാവുന്നതാണ്. സിമിലർലി ASUSന്റെ ടഫ് എഡിഷൻ നോക്കുവാണെങ്കിലും ഇന്റൽ സൈഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ടഫ് ബോർഡ്സ് എല്ലാം. സോ 10,000 11,000 റേഞ്ച് ആണ് ASUSന്റെ ടഫ് എഡിഷൻ വരുന്നത്. ASUSന്റെ ടഫ് സീരീസിൽ വരുന്നത് ഗെയിമിംഗ് 460 പ്ലസ് ഒരു ATX സൈസ്ഡ് മദർ ബോർഡാണ്. സോ ഇൻ കേസ് മൈക്രോ ATX നിന്ന് കുറച്ചുകൂടെ വലിയൊരു സൈസ് ATX ബോർഡ്സ് നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് അത്രയും ബഡ്ജറ്റ് ഉണ്ട്, പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ 11,000 റേഞ്ചിൽ ASUSന്റെ ടഫ് ഗെയിമിംഗ് പ്ലസ് എഡിഷൻ നല്ലതായിരിക്കും. 460 മദർ ബോർഡ് മോസ്റ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് K സീരീസ് അല്ലെങ്കിൽ KF സീരീസ് അല്ലാത്ത പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ്. സോ ഇൻ കേസ് നിങ്ങൾ 10600K or 10700K or 10600KF 10700KF ഈ കെയും KF ഉള്ള മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു Z490 നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സിമിലർലി ATX സൈസ് വലിയ ബോർഡ്സ് നിങ്ങൾ വേറെ നോക്കുന്നുണ്ടെങ്കിൽ MSIയുടെ Tomahawk അവൈലബിൾ ആണ്, പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. പ്രൈസ് ഏതാണ്ട് 13,000 റേഞ്ചിന് മേലെയാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അത് അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. B460 മദർ ബോർഡ് നോക്കുന്നുണ്ടെങ്കിൽ 10,000 റുപ്പീസിന് താഴെ വെക്കുന്നതായിരിക്കും ഓവറോൾ നിങ്ങളുടെ സിസ്റ്റത്തിന് ബഡ്ജറ്റ് കൂടാതിരിക്കാനും. പ്ലസ് ഒരു അതിന്റെ ആവശ്യമേ ഉള്ളൂ. ആക്ച്വലി 10,000 റുപ്പീസിന് താഴെയുള്ള മദർ ബോർഡ്സിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. സോ B460 നോക്കുന്നുണ്ടെങ്കിൽ ബിലോ 10,000 is better option. So next നമുക്ക് ഹയർ കാറ്റഗറിയിലോട്ട് പോകാം, അതാണ് Z സീരീസിലെ മദർ ബോർഡ്. സോ Z സീരീസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് MSIയുടെ Z490A Pro മോഡലും MSIയുടെ MPG Z490 ഗെയിമിംഗ് പ്ലസ് ആണ്. ഇത് രണ്ടും 15,000 and 16,500 ആ റേഞ്ചിൽ വരുന്ന മദർ ബോർഡ്സ് ആണ്. രണ്ടിലും 4 RAM സ്ലോട്ട്സ് ആണ് വരുന്നത്. മാക്സിമം 4800 MHz വരെ കപ്പാസിറ്റി ഉള്ള RAM നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗെയിമിംഗ് പ്ലസ് ബോർഡ് നോക്കുവാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് IO ഷീൽഡ് ആണ് വരുന്നത്. സോ സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല, മദർ ബോർഡ് തന്നെ ഫിക്സ്ഡ് ആയിട്ടാണ് IO ഷീൽഡ് വരുന്നത്. പോർട്ട് സെലക്ഷൻ നോക്കുവാണെങ്കിലും USB ഉണ്ട്, HDMI ടൈപ്പ് C ഓഡിയോ ഇന്റർഫേസ്, M.2 സ്ലോട്ട്സ് 2 എണ്ണം ഉണ്ട്. ആൻഡ് ഇഷ്ടംപോലെ കേസ് ഫാൻസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഇതിൽ ഓൺ ബോർഡ് നോക്കുവാണെങ്കിൽ 6 ഫാൻ ഹെഡേഴ്സ് ആണ് വരുന്നത്. സോ ഹെവി ഫാൻ സെറ്റപ്പ് ഉള്ള കേസുകൾ അല്ലെങ്കിൽ ബിൽഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മദർ ബോർഡ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം ഇഷ്ടംപോലെ ഫാൻസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അധികം എക്സ്ട്രാ സ്പ്ലിറ്ററോ കാര്യങ്ങളോ ഹബ്ബോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. സോ ഓവറോൾ ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള മദർ ബോർഡ്സ് ആണ് MSIയുടെ A Proയും MSIയുടെ ഗെയിമിംഗ് പ്ലസും. നെക്സ്റ്റ് Z490 കാറ്റഗറിയിലെ വൈഫൈ ഉള്ള എന്തെങ്കിലും ബോർഡ് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ഗിഗബൈറ്റിന്റെ UD മോഡലായിരിക്കും വരുന്നത്. 16,500 17,000 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. വൈഫൈ ആയതുകൊണ്ട് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. നേരത്തെ പറഞ്ഞ സിമിലർ ഫീച്ചേഴ്സ് ഉള്ള ഒരു ബോർഡാണ്. പ്രൈസ് വൈഫൈ ആയതുകൊണ്ട് 17,000 റുപ്പീസ് ആണ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം തന്നെ സിമിലർ ആണ്. 4500 MHz വരെ RAM സപ്പോർട്ട് ചെയ്യും. ARGB ഹെഡേഴ്സ് അവൈലബിൾ ആണ്. ഗിഗബൈറ്റിന്റെ RGB ഫ്യൂഷൻ ഹെഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓൾസോ വേണമെങ്കിൽ ഗിഗബൈറ്റിന്റെ തന്നെ Z490 ORS Eliteഉം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഗിഗബൈറ്റിന്റെ ORS Elite അല്ലെങ്കിൽ ഗിഗബൈറ്റിന്റെ ORS Pro
മോഡൽസ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. അപ്രോക്സിമേറ്റ്ലി 18,000 to 20,000 ആ റേഞ്ചിൽ വരുന്ന മദർ ബോർഡ്സ് ആണ്. സോ കമ്പാരിറ്റീവ്ലി നമ്മൾ B550 നോക്കുവാണെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Z490 പ്രൈസസ് കുറച്ച് കൂടുതലാണ്. സോ അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്തായാലും 14,000 റേഞ്ചിലാണ് Z490 മദർ ബോർഡ്സിന്റെ പ്രൈസിംഗ് സ്റ്റാർട്ട് ആവുന്നത്. സോ 14,000 1516 ആണ് ഞാൻ ആദ്യം പറഞ്ഞ 1-2 MSIയുടെയും ഗിഗബൈറ്റിന്റെയും മോഡൽസ്. സോ ഹെവി ആയിട്ട് പ്രോസസർ ഓവർ ക്ലോക്കിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മദർ ബോർഡ്സ് ആണ്. നിങ്ങൾ ഓവർ സ്പെൻഡ് ചെയ്യാതെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് നല്ല ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള മദർ ബോർഡ്സ് ആണ് ആദ്യം ഞാൻ പറഞ്ഞ 4 മോഡൽസും. ഇനി കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ബോർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാറ്റഗറി ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് അസ്യൂസിന്റെ റോഗ് സ്ട്രിക്സ് ആണ്, Z490F ഗെയിമിംഗ്. സോ അസ്യൂസിന്റെ സ്ട്രിക്സ് ലൈനപ്പ് നമുക്കറിയാം കുറച്ചുകൂടെ ഗെയിമിംഗ് ഫീൽ ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ RGB ലൈറ്റിംഗ് ഒക്കെ കുറച്ചുകൂടെ ഓവർ ആയിട്ടുള്ള മദർ ബോർഡ്സ് ആയിരിക്കും സ്ട്രിക്സ് ലൈനപ്പിൽ വരുന്നത്. മദർ ബോർഡിലും RGBയും കാര്യങ്ങളും വരണമെന്നുള്ളത് പലർക്കും അതൊരു പ്രിഫറൻസ് ആയിരിക്കും. സോ ഇൻ കേസ് നിങ്ങൾക്ക് മദർ ബോർഡിൽ കൂടുതൽ RGBയും ലൈറ്റിംഗ് എഫക്ട്സും വേണമെന്നുണ്ടെങ്കിൽ സ്ട്രിക്സ് ലൈനപ്പ് അസ്യൂസിന്റെ സ്ട്രിക്സ് ലൈനപ്പ് ചൂസ് ചെയ്യാം. പക്ഷേ പ്രൈസ് 24,000-23,000 ആ റേഞ്ചിലായിരിക്കും. സോ അപ്രോക്സിമേറ്റ്ലി ഒരു 5,000 റുപ്പീസിന്റെ ഇൻക്രീസ് ആണ് വരുന്നത്. ജസ്റ്റ് RGBക്ക് നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രൈസ് ആണ് 5,000 റുപ്പീസ്. സിമിലർ പ്രൈസ് റേഞ്ചിൽ കുറച്ചുകൂടെ വെൽ ബിൽഡ് ആയിട്ടുള്ള മദർ ബോർഡ്സ് ആണ് MSIയുടെ ടോമഹോക്ക് സീരീസ്. ടോമഹോക്ക് നമുക്കറിയാം MSIയുടെ കുറച്ച് ഹയർ മിഡ് റേഞ്ചിൽ വരുന്ന നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള മദർ ബോർഡ് സീരീസ് ആണ് ടോമഹോക്കിൽ വരുന്നത്. സോ Z490 ടോമഹോക്ക് സീരീസ് നോക്കുവാണെങ്കിലും ഓൾമോസ്റ്റ് ഫീച്ചർ പാക്ഡ് ആണ്. എല്ലാ ഫീച്ചേഴ്സും നേരത്തെ പറഞ്ഞ ഓൾമോസ്റ്റ് ഇതിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നല്ല സ്ട്രോങ് വെൽ ബിൽഡ് ആയിട്ടുള്ള മദർ ബോർഡ് ആണ്. ARGB ഹെഡേഴ്സ് അവൈലബിൾ ആണ്, ഫാൻ ഹെഡേഴ്സും ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. എക്സ്ട്രാ ഓവർ ക്ലോക്കിംഗ് സപ്പോർട്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഉള്ള മദർ ബോർഡ്സ് ആണ് ടോമഹോക്കിൽ വരുന്നത്. സിമിലർലി ഹയസ്റ്റ് എൻഡിൽ വൈഫൈ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോർഡ് നോക്കുന്നുണ്ടെങ്കിൽ MSIയുടെ ഗെയിമിംഗ് എഡ്ജ് വൈഫൈ മോഡൽ നോക്കാവുന്നതാണ്. സോ ഇതും 24,000 മേലെയുള്ള പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. സോ മോസ്റ്റ്ലി നിങ്ങൾ ഇൻ കേസ് i9 ബേസ്ഡ് ബിൽഡ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലുള്ള മദർ ബോർഡ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മോഡൽസിൽ വരുന്ന Z490 മദർ ബോർഡ്സ് തന്നെ കൂടുതലാണ്. സോ ഇതെല്ലാം പ്രൈമറിലി നിങ്ങളുടെ ബഡ്ജറ്റും പിന്നെ നിങ്ങളുടെ ബിൽഡ് റിക്വയർമെന്റ്സും അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മെയിൻലി നിങ്ങളുടെ പ്രോസസർ ഏതാണ് ആൻഡ് നിങ്ങൾക്ക് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ആവശ്യമുള്ളത് അതെല്ലാം നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇൻ കേസ് നിങ്ങൾ ഹയർ ബോർഡ്സ് നോക്കുവാണ്, അതിപ്പം റൈസൺ ആയാലും ഇന്റൽ ആയാലും കുറച്ചൊക്കെ ഹയർ കാറ്റഗറി ബോർഡ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ ഡ്യുവൽ CPU കണക്ടർ ആണ് വരുന്നത്. അതായത് CPU പവർ ചെയ്യുന്ന 2 കണക്ടേഴ്സ് ആയിരിക്കും വരുന്നത്. സോ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ CPU പവർ കണക്ടർ ഒരു 8 പിന്നും അതിന്റെ സൈഡിൽ ഒരു 4 പിൻ ആയിരിക്കും. അല്ലെങ്കിൽ എക്സ്ട്രാ ഹൈ എൻഡ് ബോർഡ്സ് നോക്കുവാണെങ്കിൽ 2 8 പിൻ കണക്ടേഴ്സ് ആയിരിക്കും വരുന്നത്. സോ Z490 അല്ലെങ്കിൽ റൈസന്റെ X570 മദർ ബോർഡ്സ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. മേളിൽ CPU പവർ കണക്ടർ എത്ര എണ്ണമാണുള്ളതെന്ന്. സോ ഇൻ കേസ് 2 CPU പവർ കണക്ടർ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന പവർ സപ്ലൈയിലും 2 CPU പവർ കണക്ടേഴ്സ് അതിൽ വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. എന്തായാലും 10th ജനറേഷൻ ഓർ 400 സീരീസിലെ മദർ ബോർഡ്സ് ഞാൻ ഈ പറഞ്ഞൊക്കെയാണ്. ഇനി നമുക്ക് 9th ജനറേഷൻ അല്ലെങ്കിൽ 300 സീരീസിലെ മദർ ബോർഡ്സ് കുറച്ച് ഏതൊക്കെയാണ് നല്ലതെന്ന് നമുക്ക് നോക്കാം. ഇതിലധികം ഞാൻ മോഡൽസ് ഒന്നും പറയുന്നില്ല, കാരണം കുറേ മോഡൽസ് ഉണ്ട്. പലതും ഇപ്പം റേറ്റ്സ് കൂടുതലാണ്, പലതും ഇപ്പോൾ അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് നല്ല മദർ ബോർഡ്സ് ആയിരിക്കും ഞാൻ പറയുന്നത്. ആൻഡ് ഓൾസോ 9th ജനറേഷനിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് ഒന്നും പോസിബിൾ അല്ല. സോ 9th ജനറേഷൻ ബിൽഡ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അധികം സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 9th ജനറേഷനിൽ B365 സീരീസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് MSIയുടെ B365M Pro VDH മോഡലാണ്. അതേപോലെ സിമിലർലി MSIയുടെ MAG 365M മോട്ടറും നല്ലതാണ്. സിമിലർലി വൈഫൈ ബോർഡ് നോക്കുന്നുണ്ടെങ്കിൽ B365M DS3H നല്ല ബോർഡാണ്. ആൻഡ് H310 ബേസിക് ചിപ്സെറ്റിൽ നോക്കുവാണെങ്കിൽ ഗിഗബൈറ്റിന്റെ H310 S2H നല്ലതാണ്. അല്ലെങ്കിൽ MSIയുടെ ഏതെങ്കിലും H310 മോഡൽ നോക്കാവുന്നതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ 9th ജനറേഷനിലെ K സീരീസ് അല്ലെങ്കിൽ KF സീരീസ് പ്രോസസേഴ്സ് ആണ് നോക്കുന്നതെങ്കിൽ Z390 മദർ ബോർഡ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സോ Z390 കാറ്റഗറി നോക്കുവാണെങ്കിൽ MSIയുടെ Z390A Pro നല്ലതാണ്. MSI MAG Z390M മോർട്ടാർ നല്ലതാണ്. MSIയുടെ Z390 ടോമഹോക്ക് ആൻഡ് ഓൾസോ ഗിഗബൈറ്റിന്റെ UD മോഡൽ Z390 UD മോഡൽ നല്ലതാണ്. സോ ഇവിടെയും Z390 കാറ്റഗറിയിൽ ഹയർ ബോർഡ്സിലോട്ട് പോകുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. 11,000 ഓർ മാക്സിമം 12,000 13,000 ആ റേഞ്ചിൽ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് Z390 മദർ ബോർഡ്സ്. കാരണം വലിയ ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് ഒന്നും നമുക്ക് പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ബേസിക് മദർ ബോർഡ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ വരാനിരിക്കുന്ന 11th ജനറേഷൻ ഇന്റൽ പ്രോസസേഴ്സ് നോക്കുവാണെങ്കിലും 10th ജനറേഷൻ മദർ ബോർഡ്സ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ബയോസ് അപ്ഗ്രേഡ് ചെയ്താൽ മതി. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 11th ജനറേഷൻ അതിൽ വർക്ക് ആവുന്നതായിരിക്കും. ഓൾദോ 11th ജനറേഷന് വേണ്ടി പുതിയ 500 സീരീസ് മദർ ബോർഡ്സ് വരുന്നുണ്ട്. പക്ഷേ എന്നാലും 400 സീരീസ് ബയോസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവുന്നതായിരിക്കും. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇന്റൽ സൈഡ് കുറച്ച് ബെസ്റ്റ് മദർ ബോർഡ്സ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതല്ലാത്ത കുറെ മദർ ബോർഡ്സ് അവൈലബിൾ ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തായാലും അതിൽ കുറച്ച് ഫീച്ചേഴ്സും നല്ല ക്വാളിറ്റി ഉള്ള മദർ ബോർഡ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്ത് പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ്സിൽ അത് മെൻഷൻ ചെയ്യാം. അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് നല്ലതാണോ അല്ലയോ എന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ല്. അതായത് ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ സീരീസ് ഒക്കെ ഒന്ന് നോക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ Z490 മദർ ബോർഡ്സ് അല്ലെങ്കിൽ
ഹയർ മദർ ബോർഡ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ CPU പവർ കണക്ടറും നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പവർ സപ്ലൈ ആയിട്ട് അത് മാച്ച് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ കമന്റ് ഇടാൻ മറക്കല്ല്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ നമ്മുടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കുക. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.